ഇന്നൊരു അത്യാവശ്യത്തിന് പുറത്തുപോയി വന്നതിന് ശേഷമാണ് ഉച്ചക്കത്തെ ചോറിൻ്റെ പരിപാടിയെല്ലാം നോക്കിയത്. വിറകടുപ്പെല്ലാം കത്തിച്ച് ചോറുണ്ടാക്കി വരുമ്പോഴത്തേനും സമയം വൈകുന്നതുകൊണ്ട് ഇന്ന് ഏതായാലും റൈസ് കുക്കറിൽ ചോറ് വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അരിയെല്ലാം കഴുകി വേഗം അടുപ്പത്താക്കി. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് അയിലമീൻ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ മണം കേട്ടിട്ടാണ് കേട്ടോ നമ്മളെ ശങ്കരൻ അങ്ങോട്ടും ഇങ്ങോട്ടും അകത്തേക്കൂടെ നടക്കുന്നുണ്ട്. അപ്പോഴത്തേനും നമ്മളെ അരി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അത് ഞാൻ റൈസ് കുക്കറിലേക്ക് വാങ്ങി വെച്ചതിന് ശേഷം എന്താ ശങ്കരനെയും കൂട്ടിയിട്ട് നേരെ മീൻ മുറിക്കാൻ പോയിട്ടാ. അല്ലെങ്കിൽ ഓൻ എന്നെ ഇവിടെ നിൽക്കാൻ വിടൂല. എന്നാൽ പിന്നെ മീൻ മുറിക്കാനിരുന്നാലോ എപ്പോഴും എൻ്റെ സൂത്രം ഇതാന്ന് കേട്ടാ. വേഗം മുറിച്ചിട്ട് അതിൻ്റെ തലയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിതാ ഇങ്ങനെ മുട്ടിയിരുമിക്കൂണ്ടി. മീനായതുകൊണ്ട് ഇന്ന് 2-3 എണ്ണത്തിൻ്റെ തല മാത്രമേ ശങ്കരന് കിട്ടിയിട്ടു കേട്ടാ. മുറിച്ചേന്ന് 5-6 മീൻ എടുത്തിട്ട് ഞാൻ വൈകുന്നേരത്തേക്ക് ഒരുക്കാനായിട്ട് അരവെല്ലാം പെരക്കി ഒന്ന് മാറ്റി വെച്ചു. ശങ്കരന് ഇന്ന് അയിലത്തല കിട്ടിയത് കുറഞ്ഞതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈടെ അയിലത്തല നല്ല വറ്റിച്ചതും പൊരിച്ചതെല്ലാം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ബാക്കി വന്ന മീനെടുത്തിട്ട് ഞാൻ തേങ്ങ അരച്ച് കറിയും വെച്ചു.